സ്വാമി സംപൂജ്യ സ്വാമികൾ, ഏറ്റവും പ്രിയങ്കനായ ശ്രീ പണ്ഡാതാകൃഷ്ണൻജി, അധ്യക്ഷനും ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ നാരായണവർമ്മജി, ശ്രീ വിശ്വംബാപ്പാജി, ഹിന്ദു ഐക്യതയുടെ പ്രമുഖരായ നേതാക്കളായ ശ്രീ ആർ വി ബാബു, ശ്രീ വസന്തിൽ നഗരി, ശ്രീമതി ശശീല ടീച്ചർ, ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, അയ്യപ്പഭക്തന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു വളരെ വർഷങ്ങളായിട്ട് നമ്മുടെ എല്ലാം മനസ്സിൽ ധാരാളം ചിന്തകൾ കടന്നുകൂടിയിട്ടുണ്ട്. ഏറ്റവും അടുത്ത് ഇവിടെ ശ്രീ രാധാകൃഷ്ണൻജി സൂചിപ്പിച്ചതുപോലെ 1950 നടന്ന തീവപ്പാണ്. അത് സാധാരണഗതിയിലൊരു അപകടകരമായ ഒരു തീവപ്പല്ല എന്നുള്ളത് പിന്നീടുള്ള അന്വേഷണത്തിലൊക്കെ തെളിഞ്ഞെങ്കിലും അതിൽ പ്രധാനപ്പെട്ട വിഷയം തീവച്ച് നശിപ്പിച്ചെന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ വിഗ്രഹം കോടാലുകൊണ്ട് വെട്ടിപ്പൊളിച്ചതായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വേറൊരു തീവപ്പല്ല, അപകടമല്ലായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അതിനെ കൃത്യമായിട്ടും ആ ക്ഷേത്രത്തെ നശിപ്പിക്കാനായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധരുടെയും മൗലികവാദികളുടെയും എല്ലാം ഒരു ശ്രമമായിരുന്നു. അത് ഇന്നും തുടർന്നു വരുന്നു. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത് പിണറായി വിജയനോ അതല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരോ അതല്ലെങ്കിൽ UDF അതല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സംഘടനകളോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ സംഘടനകളോ ഒന്നുമല്ല. ആഗോളമായിട്ടുള്ള ഒരു കോൺസ്പിറസി ഉണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് 2006 സുപ്രീം കോടതിയിൽ കൊടുത്തൊരു കേസുണ്ട്, നമുക്കൊക്കെ അറിയാം. ആ കേസിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ സുപ്രീം കോടതി 2018 സെപ്റ്റംബർ മാസം 28 വിധി തന്നത്. ആ വിധിയിൽ ഈ 10-നും 50-നും വയസ്സിനിടയിലുള്ള യുവതികളുടെ പ്രവേശനം സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം. പക്ഷെ അതിലേക്ക് നയിച്ചത് നമ്മൾ അറിയണം, പലർക്കും അറിയാത്ത വിഷയമാണ്. ഞാൻ ഗൂഢാലോചന പറയുമ്പം അത് പറഞ്ഞേ മതിയാകൂ. നൌഷാദ് എന്നൊരാൾ രൂപീകരിച്ച ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്നൊരു സംഘടനയാണ് 2006 കേസ് കൊടുത്തത്. അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. 2006 ശബരിമല നടന്ന ഒരു ദേവപ്രശ്നത്തിനുള്ളിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ഇവിടെ നേരത്തെ ശ്രീ ആർ വി ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ തിരുവാഭരണത്തിന്റെ വിഷയം പറഞ്ഞു. തിരുവാഭരണത്തിന്റെ വിഷയത്തിലും ആ 2006 ഈ അന്ന് ശബരിമലയിൽ നടന്ന ഈ ദേവപ്രശ്നത്തിൽ നിന്നാണ് ഉദിച്ചത്. അതുകൊണ്ട് നമ്മൾ ദേവപ്രശ്നം നടത്തുന്നതും ശ്രദ്ധിക്കണം. ഇതിന്റെ പിന്നിലും പലപ്പോഴും ഗൂഢാലോചനയുണ്ട്. പലരും ഇപ്പൊ പറയുന്നുണ്ട് പല കാര്യങ്ങളും ദേവപ്രശ്നം നടത്താം, പക്ഷേ വളരെ സൂക്ഷിച്ചു ചെയ്യണം. കാരണം കൃത്യമായിട്ട് നടത്തണം, സത്യസന്ധമായിട്ടുള്ളവരെ കൊണ്ട് നടത്തിക്കണം. ആ ദേവപ്രശ്നത്തിലാണ് തിരുവാഭരണത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥർ പന്തളം കൊട്ടാരമല്ല എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് കൊടുത്തു. ഹൈക്കോടതിയിൽ ആ കേസ് പന്തളം കൊട്ടാരത്തിന് എതിരായിട്ട് വിധിച്ചു. പന്തളം കൊട്ടാരം വെറും കൈവശാവകാശം മാത്രമാണുള്ളതെന്ന് പറഞ്ഞു. പക്ഷെ ചരിത്രം എന്താണെന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. അതിന്റെ കേസ് ഇപ്പോഴും സുപ്രീം കോടതി നിൽക്കുകയാണ്. ആ കേസും അതേ സമയത്തുണ്ടായ ദേവപ്രശ്നമാണ് ഒരു യുവതി സ്പർശം ഈ അയ്യപ്പനിൽ ഏറ്റു എന്ന് പറയുന്നത്. ഒരിക്കലും അസാധ്യമാണെന്ന് നമുക്കൊക്കെ അറിയാം. ആ തിരുനടയിൽ നിന്ന് നമ്മൾ എത്ര കൈനീട്ടി കിടന്നാൽ പോലും എത്താത്ത ദൂരത്ത് നിൽക്കുന്ന ആ വിഗ്രഹത്തെ സ്പർശിച്ചു. അതും ഒരു ഗൂഢാലോചനയായിരുന്നു. ജയമാല എന്നൊരു സ്ത്രീയാണ് ഉടൻ തന്നെ ഇവിടെ പറഞ്ഞപ്പോ ഉടൻ തന്നെ ബാംഗ്ലൂരിൽ നിന്നൊരു യുവതി പറയാണ് ഞാനാണ് സ്പർശിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതും ഒരു ഗൂഢാലോചനയാണ്. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? ഈ പരിഹാരക്രിയകൾ നടത്തി, അതായത് യുവതി പ്രവേശനം ഏറ്റു എന്നൊരു വിധിയിൽ പറഞ്ഞപ്പോ, പ്രശ്നവിധിയിൽ പറഞ്ഞപ്പോ അവിടെ ചെയ്യാൻ മറ്റൊന്നുമായിരുന്നില്ല. അതിനൊരു പ്രശ്ന പരിഹാരം നടത്തിയേ പറ്റുള്ളൂ. ആ പ്രശ്നപരിഹാരം നടത്തിയപ്പം ഉടനെ അടുത്ത ഗൂഢാലോചന, അതായത് നാഷണൽ മീഡിയകളെല്ലാം പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഈ ശബരിമല എന്നൊരു ക്ഷേത്രമുണ്ട് കേരളത്തില്, അവിടെ ഒരു യുവതി ആ ദേവന്റെ വിഗ്രഹത്തിൽ സ്പർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമസ്ത യുവതികളെയും ആക്ഷേപിക്കാനായിട്ട് ഒരു പരിഹാരക്രിയ നടത്തി എന്നാണ് പറയുന്നത്. അതായത് തുടരെ ആ പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനമാക്കിയാണ് 2006 നൌഷാദ് എന്നുള്ളൊരു വ്യക്തി യങ് ലോയേഴ്സ് അസോസിയേഷൻ സംഘടന രൂപീകരിച്ച് അതിനെതിരെ കേസ് കൊടുത്തത് ഈ പത്രവാർത്ത വെച്ചിട്ട്. ആ കേസിൽ 5 വനിതകൾ ഈ ഇതിനകത്ത് വാദിച്ചപ്പോ, കേസിന്റെ കൂടെ നിന്നപ്പോ നമ്മൾ കാണേണ്ട, വളരെ ചുരുക്കിയാൻ പറയാം, അതില് പല വനിതകളോട് നമ്മൾ ബന്ധപ്പെടുകയും
എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചപ്പോൾ അവര് പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഈ നൌഷാദ് പറഞ്ഞു, അദ്ദേഹം ഒരു പെറ്റീഷൻ എഴുതി, ഞങ്ങൾ ഒപ്പിട്ടു, അതാണ്. പക്ഷെ നമ്മൾ അവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞാൽ, എന്നോട് ആദ്യം പറഞ്ഞ മിസ്റ്റർ കുമാർ, ഐ എം വെരി സോറി, നിങ്ങൾ ഈ പറയുന്നത് സത്യമാണെങ്കിൽ ഞാൻ വലിയൊരു മഹാപാപം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് അന്വേഷിച്ചിട്ട് അത് സത്യമാണെങ്കിൽ കേസിൽ നിന്ന് പിന്മാറുന്ന ഒരു വാക്ക് തന്നു. 3 പേര്. ആ 3 പേരും സുപ്രീം കോടതി, നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇന്നും യൂട്യൂബിലുണ്ട്. സുപ്രീം കോടതിയിൽ കേസ് നടക്കുമ്പോൾ വിധി വരുന്നതിന് മുമ്പ് ഈ 3 വനിതകളും ആ സുപ്രീം കോടതിയിൽ പുറത്തേക്ക് ഇറങ്ങി വന്ന്, സുപ്രീം കോടതി ലോണിൽ നമുക്കറിയാം പത്രമാധ്യമങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് വന്നിട്ട് അവർ പറഞ്ഞത്, വി ആർ വിഡ്രോയിങ് ഫ്രം ദി കേസ്, ഞങ്ങൾ കേസിൽ നിന്ന് പിന്മാറുകയാണ്. വൈ? ബിക്കോസ് ദർ ഇസ് എ ബിഗ് കോൺസ്പിറസി ബിഹൈൻഡ് ദിസ്. ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്, ഞങ്ങൾ അറിയാതെ ഒപ്പിട്ടതാണ്. ഈ നൌഷാദ് എന്ന് പറയുന്ന വ്യക്തി തയ്യാറാക്കിയ പെറ്റീഷന്റെ അടിയിൽ ഞങ്ങൾ ഒപ്പിട്ട് പോയതാണ്. ഞങ്ങളത് വായിച്ചു നോക്കാൻ പോലും മെനക്കെട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഈ ക്ഷേത്രവിശ്വാസം, കേരളത്തിലെ ക്ഷേത്രവിശ്വാസത്തെ കുറിച്ച് ഞങ്ങൾക്ക് അത്ര ബോധ്യമുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വക്കീലന്മാരാണ്, നിയമം മാത്രമേ അറിയാവൂ. അതുകൊണ്ട് ജെൻഡർ ഈക്വാലിറ്റി എന്നുള്ള വിഷയത്തിലാണ് ഞങ്ങൾ ചെയ്തത്. അവര് 3 പേര് ഇറങ്ങിയിട്ട് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ 3 പേരും പിന്മാറിയ കേസാണ്. 5 പേര് കൊടുത്ത കേസിൽ 3 പേര് പിന്മാറിയ കേസാണ് വീണ്ടും നമുക്കെതിരെ വന്നത്. അതുകൊണ്ട് ഞാൻ ആ ഗൂഢാലോചന, ഈ വ്യാജം പലപ്പോഴും പുറത്തേക്ക് വരാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. തുടർന്ന് ഇങ്ങോട്ട് 50 ഞാൻ പറഞ്ഞ ഗൂഢാലോചന, തുടർന്ന് ഇങ്ങോട്ട് ഈ ദേവസ്വം ബോർഡിന്റെ പരിഷ്കരണം 1950 നടന്നു. അതും ഒരു ഗൂഢാലോചനയാണ്. അതിനു മുമ്പ് നമുക്കറിയാം, ഈ കവനന്റ് പ്രകാരം ദേവസ്വം ബോർഡ് സൃഷ്ടിച്ചപ്പോ അതിന്റെ അധികാരം കൊടുത്ത 2 പേർക്കാണ്. ദേവസ്വം ബോർഡ് മെമ്പറും പ്രസിഡന്റുമായിട്ട് മന്നത്ത് പത്മനാഭനും ശ്രീ ആർ ശങ്കറുമായിരുന്നു. വളരെ കൃത്യമായിട്ടും ഓരോ ക്ഷേത്രഭരണങ്ങൾ കൈകാര്യം ചെയ്യുകയും ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ നോക്കി നടത്തുകയും മാത്രമല്ല അതിൽ നിന്ന് കിട്ടുന്ന മിച്ചം തുക കൊണ്ട് മതപാഠശാലകൾ തുടങ്ങുകയും ചെയ്ത, വളരെ പുണ്യപ്രവർത്തനം ചെയ്ത ഈ 2 മഹാന്മാരെ ഒറ്റ ഒരു വർഷം മാത്രമേ ഇരുത്തിയുള്ളൂ. അവരെ ഈ 1950 കൊണ്ടുവന്ന ഈ ഭരണഘടനയുടെ പേരും പറഞ്ഞ് ഈ ദേവസ്വം പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആക്കി. നിങ്ങൾ ശ്രദ്ധിക്കണം, രാഷ്ട്രീയപരമായ അപ്പോയിന്റ്മെന്റ് ആക്കി 1950. അതാണ് ഈ പ്രശ്നത്തിനെല്ലാം തുടക്കമിട്ടത്. അതുകൊണ്ട് നമ്മളെല്ലാം ചിന്തിക്കേണ്ടതാണ്. ഓരോ പ്രാവശ്യവും നമ്മുടെ മുന്നിലേക്ക് വരുന്ന നിയമം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഹിന്ദു പലപ്പോഴും ശ്രദ്ധിച്ചില്ല. ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം മാറ്റി എഴുതണം. ഈ നിയമം വെച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുകൂടി ഞാൻ ഉറപ്പിച്ചു പറയാൻ. അതുകൊണ്ട് ഗൂഢാലോചനയുടെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ തന്നെ നടന്നു നോക്കൂ. 1998 ഈ മല്യ കൊടുത്ത 35 കിലോഗ്രാം, അത് 24 കാരറ്റ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുത്തിയ ഗോൾഡാണ്. അത് അന്ന് എന്ത് ചെയ്തു? ഈ ദേവസ്വം റെക്കോർഡിൽ എഴുതിയില്ല. അങ്ങനെ അവിടെ ഉപയോഗിച്ച സ്വർണത്തിന്റെ കണക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്താത്തതുകൊണ്ടാണ് ഈ ദ്വാരപാലക വിഗ്രഹത്തിലുണ്ടായിരുന്ന പൊതിഞ്ഞ സ്വർണം പോയപ്പോൾ അവർക്ക് അവിടെ ചെമ്പെന്ന് എഴുതാൻ സാധിച്ചത്. അതേസമയത്ത് അത് സ്വർണം എഴുതിയിരുന്നെങ്കിൽ അത് 1998-99 റെക്കോർഡില് സ്വർണമെന്ന് കണ്ടേനെ. ചിന്തിക്കണം, ആ റെക്കോർഡില്ല. അതുകൊണ്ടാണ് ഇത് ചെമ്പാണെന്ന് എഴുതാൻ സാധിച്ചത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ നമ്മൾ ഭക്തന്മാർ കൊടുത്ത സ്വർണത്തിന്റെയോ ഒരു വസ്തുവിന്റെയോ രേഖ ഈ ശബരിമലയിൽ സൂക്ഷിച്ചിട്ടില്ല. കള്ളന്മാർക്ക് മോഷണത്തിലുള്ള വക ഇത് എല്ലാ സർക്കാരും തുടർന്നു വെച്ചാണ്. 1950 മുതലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്. എന്തായാലും ഈ സ്വർണത്തിന്റെ വിഷയം 1998-99 ആയതുകൊണ്ട് കുറഞ്ഞ പക്ഷം ഇപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് CBI അന്വേഷണം. കാരണം ഈ കള്ളന്മാരെ നമ്മൾ കാവലേൽപ്പിച്ചു എന്നുള്ളത് നമ്മുടെ കുറ്റമാണ്. നമ്മൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് ഇവന്മാരെല്ലാം കള്ളന്മാരായിരുന്നു എന്ന്. അപ്പൊ ഇനി തിരിച്ചു പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ പോലീസിനെ അന്വേഷിച്ചുകൊണ്ട് സാധ്യമല്ല. വളരെ സമർത്ഥന്മാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലുണ്ട്. പക്ഷേ ഈ പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഒരിക്കലും നീതി നൽകാനാവില്ല. അതുകൊണ്ട് CBI അന്വേഷിക്കണം. CBI അന്വേഷിക്കുന്നത് തന്നെ 1998 മുതൽ ഇങ്ങോട്ടുള്ളത് അന്വേഷിക്കണം. അതിലെല്ലാ ദേവസ്വം മന്ത്രിമാരും ഉൾപ്പെടണം. കാരണം ദേവസ്വം മന്ത്രിയുടെ ജോലി ശബരിമല നടക്കെ പോയിട്ട് പുണ്യാഹം മേടിച്ച് കൈകഴുകലല്ല. ഈ നട തുറക്കുമ്പോ കൈയും കെട്ടി നോക്കി നിൽക്കാനല്ല. അങ്ങനെയുള്ളവൻ അവിടെ വരേണ്ട ആവശ്യമില്ല. അവർക്ക് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അവർ രാജിവെച്ച് പിന്മാറണം. കാരണം ഒരു കാരണവശാലും ഒരു ഉത്തരവാദികളൊന്നും ആർക്കും തൂങ്ങിയാൻ പറ്റില്ല. എല്ലാത്തിലും ഒരു കൈയുണ്ട്. അതുകൊണ്ട് ദേവസ്വം മന്ത്രി 1998-99 മുതല് ഇന്ന് വരെയുള്ള ദേവസ്വം മന്ത്രിമാർ, ഈ ഇപ്പോൾ ഉള്ള ദേവസ്വം പ്രസിഡന്റ് വരെ, എല്ലാ ദേവസ്വം പ്രസിഡന്റുമാരും എല്ലാ മെമ്പർമാരും, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് തിരുവാഭരണ കമ്മീഷണർ. വളരെ വിചിത്രമായിട്ട് തോന്നും. ഈ മോഷണം നമ്മുടെ സമയത്ത് ഞാൻ അന്വേഷിച്ചു. അവിടെ നടന്നത് എന്താണ്? 1998
ഈ ദ്വാരപാല പൊതിഞ്ഞ സ്വർണം എടുത്ത് മാറ്റുന്ന സമയത്ത് ഒരു തിരുവാഭരണ കമ്മീഷണറായിരുന്നു. അദ്ദേഹത്തെ ഇത് അഴിച്ചുകൊണ്ട് പോയ ശേഷം സ്ഥലം മാറ്റി. അത് കഴിഞ്ഞ് 20 ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് അടുത്ത തിരുവാഭരണ കമ്മീഷണറെ വെക്കുന്നത്. എന്താണ് കാര്യം? വളരെ വ്യക്തം. ഈ കൊണ്ടുപോയ സാധനം സ്വർണ്ണമാണെന്ന് അന്നത്തെ തിരുവാഭരണ കമ്മീഷൻ കണ്ടു. പക്ഷേ ഇനിയും വരുന്ന ആള് അത് ചെമ്പാണെന്ന് പറഞ്ഞ് എഴുതാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ആ സമയത്ത് മാറ്റി പുതിയ ആളെ വെച്ചു. ഈ പുതിയ ആളെ വെച്ചപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് ചുമതലയേറ്റപ്പോ ശബരിമല പോയി ഈ വിഗ്രഹങ്ങൾ കണ്ടിരുന്നോ? അതിന്റെ പുറത്ത് എന്തെങ്കിലും സ്വർണമോ ചെമ്പോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് അദ്ദേഹത്തെ ചോദിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി ശ്രദ്ധിക്കണം, ഞാൻ ശബരിമല പോയിട്ടില്ല. അപ്പൊ തിരുവാഭരണ കമ്മീഷണർ ജോലി എന്താണ്? ശബരിമല പോകാതെ അപ്പൊ അവിടെ ഒരു കൂടാലോചനയാണ്. തുടർന്ന് അങ്ങോട്ട് ഈ സ്മാർട്ട് ക്രിയേഷൻസ് 39 ദിവസത്തിന് ശേഷം ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ട് ചെല്ലുമ്പോ അവിടെ എന്താണ് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥൻ അവിടെ ചെന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഈ റെക്കോർഡിൽ ചെമ്പെന്നാണ് എഴുതിയത്, താങ്കൾ അവിടെ ചെല്ലുമ്പോ കണ്ടപ്പോ അത് ചെമ്പായിരുന്നോ സ്വർണമായിരുന്നോ? അത് ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ല. ഞാനിത് നേരിട്ട് സംസാരിച്ച വിഷയമാണ്. അങ്ങനെ ഈ ദേവസ്വം ബോർഡ്, മന്ത്രി, ദേവസ്വം ഉദ്യോഗസ്ഥന്മാര് എല്ലാവരും കൂടെ ചേർന്ന് നടത്തിയ ഒരു വമ്പിച്ച ഗൂഢാലോചനയുണ്ട്. ഇതിൽ അന്താരാഷ്ട്ര ബന്ധവുമുണ്ട്. നമുക്കറിയാം, സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിലൊക്കെ നമുക്കറിയാം അതേ ലോബികളിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൃത്യമായ അന്വേഷണം വേണം. അത് CBI കൊണ്ട് അന്വേഷിക്കണം. ദേവസ്വം ബോർഡിന്റെ വിശ്വാസം പൂർണ്ണമായിട്ട് തകർന്നിട്ടുണ്ട്. ഇനി ദേവസ്വം ബോർഡ് സംവിധാനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പകരം സംവിധാനം വേണം. നമ്മൾ ചില നിർദ്ദേശങ്ങൾ വെക്കണം. അതായത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തില് സുപ്രീം കോടതി നിയോഗിച്ച പോലെ കമ്മിറ്റി, പക്ഷെ അതിൽ തീർച്ചയായിട്ടും സത്യസന്ധന്മാരായിട്ടുള്ള ആളുകൾ വരണം. കൂടാതെ ഭക്തജനങ്ങളുടെ റെപ്രസെന്റേഷൻ തീർച്ചയായിട്ടും വേണം. ഇനിയും ഭക്തജനങ്ങളുടെ റെപ്രസെന്റേഷൻ ഇല്ലാതെ ഒരു തരത്തിലും ഒരു ക്ഷേത്രഭരണം നടക്കാൻ പാടില്ല. അത്തരത്തിലുള്ള ക്ഷേത്രഭരണത്തെ നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ ഭാഗമായിട്ട് വളരെ വമ്പിച്ച തരത്തിൽ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം വിദേശത്തും ശക്തമായ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മിനിഞ്ഞാന്ന് നമ്മൾ മുംബൈയിൽ വാശിയിൽ കേരള ഹൗസിന്റെ മുൻപിൽ 12 സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളടങ്ങുന്ന വമ്പിച്ച ഒരു ധർണ്ണ നമ്മൾ നടത്തി. അത് തുടക്കമാണ്. ഈ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കും. അതുകൊണ്ട് ഇത് കേരളത്തിന്റെ വിഷയം മാത്രമാണെന്ന് വിചാരിക്കേണ്ട. ശ്രീലങ്കയിൽ നടക്കാൻ പോകുന്നുണ്ട് നവംബർ മാസത്തിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും അയ്യപ്പ ഭക്തന്മാർ എവിടെയൊക്കെ ഉണ്ടോ അവരെല്ലാം സംഘടിക്കും. വേണ്ടി വന്നാൽ 1 ലക്ഷം പേരിലും കേരളത്തിലേക്ക് വരാൻ പോലും തയ്യാറാണ്. അതുകൊണ്ട് ഇത് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല, അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോകും. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ബോംബെയിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് നമുക്കൊക്കെ എടുക്കാൻ തീരുമാനമാണ്. നമ്മളിൽ പലരും പല സാധനങ്ങളും ഈ ക്ഷേത്രങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിലപിടിപ്പുള്ള സാധനം ഒരു ക്ഷേത്രത്തിൽ സമർപ്പിക്കുമ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ പറ്റും. പലരും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് മാല 2, 3 മാലയൊക്കെ സമർപ്പിച്ചവരെയൊക്കെ ഞാൻ കണ്ടു. ഇനി അടുത്ത നടപടി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ശബരിമല ക്ഷേത്രത്തിലേക്ക് ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് സമർപ്പിച്ചവർ അവർ സമർപ്പിച്ച വസ്തുവിന്റെ ഫോട്ടോ ഉൾപ്പെടെ കേരളത്തിലേക്ക് വരാൻ പോവാണ്. ഇത് തെളിവെടുക്കുമ്പം ഈ ചോദിക്കും, ഞാൻ തന്ന മാല, ഈ മാല എവിടെ? ഇത്തരത്തിൽ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്മീഷന് മുമ്പിലോ അതല്ലെങ്കിൽ എൻക്വയറി കമ്മീഷന് മുമ്പിലോ CBIയുടെ മുമ്പിലോ സാധിക്കണം. അതുകൊണ്ട് ഈ 4.5 കിലോ സ്വർണ്ണത്തിൽ നിൽക്കുന്ന വിഷയമല്ല, ഈ ലോക്കറിയുടെ സ്വർണ്ണത്തിന് കണക്കെടുക്കണം. അങ്ങനെ ഏത് തരത്തിലാണോ മോഷണം നടന്നത് അതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മളെല്ലാം ശ്രമിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ശക്തമായ നീക്കത്തിലൂടെ ഈ കള്ളന്മാരെ പുറത്തു കൊണ്ടുവരികയും ഈ മന്ത്രിസഭയെ തന്നെ രാജിവെപ്പിക്കുന്നതിലേക്കും ഇനി മേലാൽ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നതിന് ദേവസ്വം ബോർഡ് സിസ്റ്റം ഒരിക്കലും ഉണ്ടാവാത്ത തരത്തിൽ ഈ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകാം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം മാത്രം പറയാണ്, ഭക്തി മാത്രം പോരാ, ശക്തിയും വേണം. സ്വാമിയേ